ഇടുക്കിയിൽ അണക്കരയിൽ ഓടുന്ന വാഹനത്തിൽ നിന്നും ഏലക്കായ മോഷ്ടിച്ച 3 പേർ അറസ്റ്റിൽ. തമിഴ്നാട് മധുര സ്വദേശികളാണ് പിടിയിലായത്. ഒരു ചാക്ക് ഏലക്ക നഷ്ടപ്പെട്ടു. മറ്റൊരു വാഹനത്തിലെത്തിയവർ ഏലക്ക കടത്തിക്കൊണ്ടുപോയി എന്നാണ് പ്രതികളുടെ മൊഴി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 27-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അണക്കരയിൽ നിന്നും ഏലക്ക കയറ്റി വരികയായിരുന്ന ലോറിയിലായിരുന്നു മോഷണം. വാനിലെത്തിയ ഒരാൾ ഓടുന്ന ലോറിക്ക് മുകളിലേക്ക് കയറുകയായിരുന്നു. ശേഷം ഒരു ചാക്ക് ഏലക്കായി പുറത്തേക്ക് തള്ളിയിട്ടു. അണക്കരയ്ക്കും 3-ാം മൈലിനും ഇടയിൽ വെച്ചാണ് മോഷണം നടക്കുന്നത്. പിന്നാലെ എത്തിയ വാഹനത്തിൽ വന്നയാൾക്ക് സംശയം തോന്നിയതോടെ ലോറി ഡ്രൈവറെ വിവരം വിളിച്ചറിയിക്കുകയായിരുന്നു. വെളിച്ചമുള്ള സ്ഥലം നോക്കി ഡ്രൈവർ ലോറി നിർത്തി. ഇതോടെ ലോറിയിലുണ്ടായിരുന്ന മോഷ്ടാവ് ഇറങ്ങി ഓടുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ കുമളി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മധുര സ്വദേശികളായ 3 സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ വണ്ടിക്കാരൻ രണ്ട് വണ്ടി അടുപ്പിച്ചടുപ്പിച്ചാണ് ലോറി പോയത്. അപ്പോൾ ആ വണ്ടിക്കാരൻ ആദ്യത്തെ ലോറിക്കാരനോട് പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ വണ്ടിയുടെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3-ാം മൈൽ ഭാഗത്ത് വെച്ച് വാഹനം നിർത്തി നോക്കിയപ്പോഴത്തേക്ക് വേണ്ടടുത്തും കയറിയിട്ടുണ്ട്. അന്നേരം സ്റ്റേഷൻ ഇറങ്ങിക്കുകയും ചെയ്തു. അവരെ കണ്ട ഈ ഡ്രൈവർ കണ്ടപ്പോഴത്തേക്ക് വണ്ടി കയറിയിരുന്ന ആള് ഓടി പോവുകയും ചെയ്തു. പിന്നെ തുടർന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് അവിടെ ചെന്നു. പോലീസ് എപ്പോഴത്തേക്ക് ഇവര് ഒമ്നിയിലാ പോയെന്നാണ് പറഞ്ഞത്. പിന്നെ പോലീസ് പാർട്ടി പോയിട്ട് ഒമ്നി കണ്ടെത്തുകയും പിന്നെ ഒമ്നിക്കകത്തുണ്ടായിരുന്ന 3 പേരെ നമ്മൾ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിലോട്ട് വരികയും ചെയ്തു. തമിഴ്നാട്ടിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മധുര സ്വദേശികളായ ജയകുമാർ, പ്രസാദ്, കനകരാജ് എന്നിവരാണ് പ്രതികൾ. ഏലക്കായുമായി വാഹനം പുറപ്പെടുന്ന സമയമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷമായിരുന്നു 3 സംഘത്തിന്റെ മോഷണം. ഗൂഡല്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഏലക്കായ മോഷണ കേസിലും ഇവർ പ്രതികളാണ്. അതേസമയം പ്രതികൾ വാഹനത്തിൽ നിന്നും തള്ളിയിട്ട് ഏലക്കായ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് മുമ്പേ മറ്റൊരു വാഹനത്തിലെത്തിയവർ ഏലക്കായ എടുത്തുകൊണ്ടുപോയി എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി.